ഇന്ന് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ആണ് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ അത് ഇന്നും എടുക്കാൻ കാരണം, ഇന്നലെയും നമ്മൾ അതായിരുന്നു എടുത്തത്, ഇന്നും ഞാൻ അതേ വിഷയം എടുക്കാൻ കാരണം പലരും പേഴ്സണലായിട്ട് അഭിപ്രായം പറഞ്ഞ് ഈ മെഡിറ്റേഷൻ കഴിയുമ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത സുഖം, ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്നും കൂടി ഇത് തന്നെ എടുക്കാം. കാരണം ഒരുപാട് ആളുകളെ, എത്രയോ ആളുകൾ ഈ സംഗതി അറിയാതെ പലരും ചെയ്തത് മനസ്സിൽ കൊണ്ടു നടന്ന് സ്വന്തം ശരീരം അറിയാതെ തകർത്ത് പോകുന്നുണ്ട്. പല രോഗങ്ങളും വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വരുന്നത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കല്. എൻ്റെ എനർജിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? എന്നെ രോഗിയാവാൻ മാത്രമാണോ ഈ ഭൂമിയിലേക്ക് വിട്ടത്? ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ നമ്മളെ മനസ്സിൽ ആരോടെയാണോ പ്രശ്നം, ആരൊക്കെയാണോ നമ്മൾ പെരുമാറുമ്പോൾ പ്രശ്നങ്ങളുള്ളത്, അവരെങ്ങനെ മനസ്സിലിട്ട് കൊണ്ടു നടന്ന് അറിയാതെ നമുക്ക് രോഗം വർദ്ധിക്കും. നമ്മൾ ഹോസ്പിറ്റലിലും അല്ലെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചികിത്സകൾ തേടി ഇങ്ങനെ പോകണം. അപ്പം സ്വന്തം ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെന്നുകൊണ്ട്, ഇപ്പോൾ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പ് കയറ്റും വർഷത്തിലൊരിക്കൽ. എന്തിനാണ് വർക്ക്ഷോപ്പ് കയറ്റുന്നത്? അതിങ്ങനെ ഓടി 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 അതിന് പല പോരായ്മകളും വരും, പല തേയ്മാനങ്ങളും സംഭവിക്കും, എൻജിൻ കേടാവും. ഇതുപോലെ നമ്മുടെ മനസ്സും ഒരു മെഷീനാണ്, ഒരു എൻജിനാണ്, ഒരു എനർജിയാണ്. അപ്പം അതും അതിലേക്ക് പലതും നല്ലതും നല്ലതല്ലാത്തതും വേണ്ടതും വേണ്ടാത്തതും ഉള്ളിലേക്ക് കയറി ആ മെഷീനും കേടാവുന്നതാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന രോഗങ്ങൾ. അപ്പം അതിനിടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണം. പക്ഷെ വീടും വസ്ത്രവും എല്ലാം നമ്മൾ വർഷത്തിലൊരിക്കൽ ക്ലീൻ ആക്കലുണ്ട്. വസ്ത്രം എന്നും ക്ലീൻ ആക്കുന്നുണ്ടെങ്കിലും, ശരീരവും വസ്ത്രവും നമ്മൾ എന്ന് ക്ലീൻ ആക്കുന്നുണ്ടെങ്കിലും, വീടൊക്കെ വാഹനം ഒക്കെ നമ്മൾ ക്ലീൻ ആക്കും. പക്ഷെ മനസ്സ് മാത്രം, നമ്മുടെ ഉള്ളിലുള്ള എനർജി, ആത്മശക്തിയെ മാത്രം ക്ലീൻ ആക്കാൻ ശ്രമിക്കാറില്ല, ശ്രദ്ധിക്കാറുമില്ല. അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ. എന്നിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ അധ്വാനിക്കുന്ന പണം മുഴുവനും ആശുപത്രിക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണം, എന്തുകൊണ്ട് എന്നെ രോഗിയാവാനാണോ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത്? എനിക്ക് വേറെ ദൗത്യമൊന്നുമില്ലേ? ഇങ്ങനെ എത്ര കാലമായി ഞാൻ അങ്ങനെ മരുന്ന് കുടിക്കണ്. ഇനിയിപ്പം മരുന്ന് കുടിക്കാത്ത ആളുകളാണെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പം നമ്മളെ മനസ്സ് നേരിടുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവും. ഇതേ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പം നമ്മളെയും കാത്തു നിൽക്കുന്നത് ഇത്തരം ആശുപത്രികളും ഇത്തരം ഓരോരോ സെൻറ്ററുകളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ഇപ്പോൾ ഓരോ വിശ്വാസികൾക്കും വർഷത്തിലൊരു ടൈം ശരിക്ക് ആത്മസംസ്കരണത്തിനുണ്ട്. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ, മറ്റു സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തിന് ഡിസംബർ മാസം, ഒരു വിഭാഗത്തിന് മലയാള മാസം ഫസ്റ്റത്തത് രാമായണ മാസം എന്നൊക്കെ പറഞ്ഞാൽ അവരും ആചരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല, സംസ്കരണം നടക്കുന്നില്ല. സംസ്കരണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം ഹെൽത്തിയായി മാറും. മനസ്സിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യവും ശക്തിപ്പെടും. മനസ്സിൻ്റെ ആരോഗ്യം വീക്കാവുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യവും വീക്കാവും. അപ്പം അതുകൊണ്ട് നമ്മളെ ഉള്ളിലുള്ള എനർജിയെ സംസ്കരിക്കാൻ പഠിക്കുമ്പോൾ, സംസ്കരിക്കണം എന്നുള്ളൊരു ബോധം, ഒരു ചിന്ത നമ്മളെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആരോഗ്യമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതുപോലെ സമ്പത്താണ് തിരിച്ചു കിട്ടുക, സമാധാനമാണ് തിരിച്ചു കിട്ടുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പാത്രത്തിൽ നിറയെ പുഴുക്കളും തേളും അതുപോലെ നമുക്ക് വിഷം നൽകുന്ന പല പാമ്പ്, തേള്, ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് നമ്മൾ അടച്ചു വെച്ചു. അതുപോലെ മറ്റൊരു പാത്രത്തിൽ പൂമ്പാറ്റയും തേനീച്ചയും ഇങ്ങനെയുള്ള സംഗതികൾ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചു. അപ്പം നമ്മൾ സ്വാഭാവികമായും ഏത് പാത്രമാണോ തുറക്കുന്നത് അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. ഇപ്പോൾ പാമ്പും തേളും ഇതൊക്കെ അടച്ചു വെച്ച പാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് പുറത്തേക്ക് വരിക.
നല്ല ജീവികളെ ഉള്ള പാത്രം അടച്ചു വെച്ച പാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് പുറത്തേക്ക് വരിക. അപ്പൊ ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എന്താണോ ഇത്രയും വയസ്സിനിടയിൽ അനുഭവങ്ങളായിക്കൊണ്ടും നമ്മളെ എന്തൊക്കെ നമ്മളെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ചിന്തകളായും കൊണ്ട്, വാക്കുകളായും കൊണ്ട്, പ്രവൃത്തികളായും കൊണ്ട് പുറത്തേക്ക് വരിക. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതുമായ രൂപത്തിലുള്ളതാണെങ്കിൽ വീണ്ടും നമുക്ക് തന്നെ പ്രശ്നങ്ങളായിട്ട് മാറുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഒരു മരുമകളും എൻ്റെ ഒരു മകളും മകനും എല്ലാം അടങ്ങിയതായിരിക്കും എൻ്റെ വീട്. അപ്പം ഞാൻ എന്ന വ്യക്തി എൻ്റെ ഉള്ളിൽ നല്ലതായ സംഗതികൾ സ്റ്റോർ ആയിട്ടില്ലെങ്കിൽ, ഒരുപാട് ഇതുവരെ ജീവിച്ച് വളർന്ന ചുറ്റുപാടിൽ നിന്ന് പലരോടും ദേഷ്യവും അസൂയയും കുശുമ്പും എല്ലാം സംശയവും എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടുമുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ജനിച്ചതും എൻ്റെ ഉള്ളിൽ എൻ്റെ എനർജി സ്റ്റോർ ആയതുമെങ്കിൽ, എൻ്റെ എനർജി അറിയാതെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ളവരോട് എനിക്ക് നല്ല നിലയിൽ പെരുമാറാൻ കഴിയൂല. എൻ്റെ ഉള്ളിലുള്ളതിനനുസരിച്ചുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെയാണ് വരിക. അത് അവരെ സ്നേഹിക്കുന്നതും അവരെ സന്തോഷപൂർവ്വമുള്ള ഒരു അഭിനന്ദിക്കുന്ന രൂപത്തിലുമല്ല എൻ്റെ പെരുമാറ്റമെങ്കിൽ, എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ എന്ത് ചെയ്താലും അവരെ സംശയിക്കുന്ന രൂപത്തിലുള്ളതാണ് എൻ്റെ സ്വഭാവമെങ്കിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ അടച്ചു വെച്ചതെങ്കിൽ, അതിനനുസരിച്ച് പുറത്തേക്ക് വരും. മറ്റുള്ളവരും വേദനിക്കും. ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്ത്, എൻ്റെ മരുമകൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്ത് എൻ്റെ ഉമ്മ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. അപ്പോൾ ഉമ്മ ഇത്രയും വർഷത്തിൻ്റെ അടുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയത് കൊണ്ടാണ് ഉമ്മ ഇങ്ങനെ പെരുമാറി പോകുന്നത് എന്ന് എൻ്റെ മരുമകൾക്ക് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടാവില്ല. കാരണം വ്യത്യസ്ത ചുറ്റുപാടിൽ ജനിച്ചു വളരുന്നവരാണ് ഈ ഒരുമിച്ച് ഒരു വണ്ടിയിലൂടെ മുന്നോട്ട് പോകുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ പരസ്പരം പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വരുന്നത് എന്ന് ഞാനല്ല പറയുന്നത്, സയൻസാണ് നമ്മളോട് പറയുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് 90% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണെന്നുള്ളത്. എന്നിട്ട് അതും ഈ അറിവില്ലാതെ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് എന്നും രോഗമാണല്ലോ, ടെസ്റ്റ് നടത്തുന്നു, പരിഹാരമില്ല, എന്തെല്ലാം മരുന്ന് ഞാൻ കുടിച്ചു, പിന്നെ അതായി ചിന്ത. അതും നമ്മളെ എനർജിയിലേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങോട്ടുണ്ടാക്കി തരും. അങ്ങനെയാണ് ഒരു 65-70 വയസ്സാകുമ്പോഴത്തേക്ക് ആശുപത്രിയായി. പിന്നെ കുറച്ച് ദിവസം വീട്ടിലും കുറേ ദിവസം ആശുപത്രിയിലുമാണ് അധികം ആളുകൾ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലൈഫ് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ, മറ്റുള്ളവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയണം, മറ്റുള്ളവരുടെ പ്രാർത്ഥന ലഭിക്കുന്ന രൂപത്തിൽ. ഇത് മക്കളെയും മരുമക്കളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ ഭാര്യനെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്, പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് നീക്കുന്നതെങ്കിൽ, അവർ പുറമെ ഒന്നും പറയുന്നില്ലെങ്കിലും മനസ്സിൽ അവരും പലതും പറയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമുക്ക് സൃഷ്ടാവ് കനിഞ്ഞരുളിയ ഈ മഹത്തായ അനുഗ്രഹം, ഈ എനർജി, ഈ ആത്മീയ ശക്തി, അത് ഭൂമിയിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മളും ഭൂമിയിലില്ല. അപ്പൊ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് സൃഷ്ടാവാണ് എനിക്കിത് തന്നത്, അല്ലാതെ ഞാൻ എവിടെ അപേക്ഷ എഴുതി കൊടുത്തിട്ടോ ദൈവത്തോട് യാചിച്ചിട്ടോ സർവശക്തനായ ആ ശക്തിയോട് യാചിച്ചിട്ടൊന്നും ലഭിച്ചതല്ല, എനിക്ക് ഗിഫ്റ്റായും കൊണ്ട് തന്നതാണ്. ഇത്രയും കാലം ഈ ഭംഗിയുള്ള പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഞാൻ ഇത്രയും വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ എനർജിയെ തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ ജീവിതമാണ്, ഞാനിനി ആരെന്ത് പറഞ്ഞാലും അത് ഉള്ളിലേക്ക് ഇടുകയില്ല. അതെല്ലാം പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ, എന്ത് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടെക്നിക്കും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ എനർജിയെ സംരക്ഷിച്ചാൽ, നമ്മുടെ എനർജിയെ
കറകളില്ലാത്തൊരവസ്ഥയിലേക്ക്, കറകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. അതുകൊണ്ട് കറകളില്ലാത്തൊരു രൂപത്തിലേക്ക് ഞാൻ എൻ്റെ എനർജിയെ മാറ്റുന്നു. അത് എൻ്റെ ഒരു അവകാശമാണ്. ഞാൻ ഈ ഭൂമിയിൽ സൃഷ്ടാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എനർജിയെ ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇപ്പോൾ ഞാൻ കുറേ ആളുകൾ രോഗികൾ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ ഈ വിഷയം പറയുന്നത്. ഇപ്പോൾ ഞാൻ വല്ല രോഗങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ രോഗം ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഈ ടോപ്പിക്ക് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ വല്ല രോഗത്തിലൂടെയും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ എനർജിയെ ക്ലീൻ ആക്കാനുണ്ട്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാതെ മരുന്ന് ഇങ്ങനെ കുടിച്ച് നമ്മുടെ ശരീരത്തെ തകർക്കാനല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. എനർജിയെ ക്ലീൻ ആക്കുമ്പം ആരോഗ്യം തിരിച്ചു കിട്ടും. എത്രയോ ആളുകൾക്ക് ഇത് അനുഭവമുണ്ട്. എൻ്റെ മുന്നിൽ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഒരുപാട് രോഗങ്ങളിലൂടെ പോയ വ്യക്തികൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ട് 5 ദിവസം ആ ചെയ്തതിന്റെ പേരിലൊക്കെ പനിച്ചു കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയ, കാരണം മെന്റൽ ഹെൽത്ത് ഡൗൺ ആയി ശരീരവും ഡൗൺ ആയി ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ വേട്ടയാടിയ വ്യക്തി. ഇത്തരം വ്യക്തികളിലൊക്കെ ഈ ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക്, അതുപോലെ മെഡിറ്റേഷൻ, അതുപോലെ തെറാപ്പി, ഇത് മൂന്നും മാത്രം, ഒരു മരുന്നിന്റെയും സഹായമില്ലാതെ ഇത് മൂന്നും തുടർച്ചയായി ചെയ്തുകൊണ്ട് ഒരു രോഗവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയവരുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഊഹം വെച്ച് പറയല്ല. നിങ്ങൾക്കും വിചാരിച്ചാൽ തീരുമാനം എടുക്കാനുള്ള കഴിവാണ് നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത്. എന്നെ ഞാൻ നോക്കും. ഞാൻ ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയും ഒലക്ക കാര്യത്തിന് ഞാൻ ഭയങ്കര ജാഗ്രതയിലാണ്. അതുകൊണ്ട് ഇനി ഞാൻ എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. വെറുതെ അധ്വാനിക്കുന്ന പൈസ മുഴുവനും ആശുപത്രിക്കാർക്ക് കൊണ്ടുകൊടുത്ത് ആ മരുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി എന്നിട്ട് ആരോഗ്യം തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും കുറേ രോഗങ്ങൾ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ എനർജി, എൻ്റെ ശരീരം, അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. അതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലേ എനിക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊള്ളാം. ഓക്കെ, 6 മണി കഴിഞ്ഞ് എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കാലുകൾ തറയിൽ തട്ടിച്ച് കണ്ണുകൾ അടക്കുക. ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ശ്വാസം പുറത്തേക്ക് ഒഴിയുമ്പോൾ നേരിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവന്റെ തുടിപ്പാണ്, ജീവന്റെ ജീവനാണ് ഈ വായു. അത് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. അതുകൊണ്ട് അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളതും അതുപോലെ പുറത്തേക്ക് പോക്കുവാൻ കഴിയുക എന്നുള്ളതും നമ്മുടെ ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അത് കാരണമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതിൽ നന്നായി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശരീരവും മനസ്സും റിലാക്സ് ആവുന്നു എന്ന് ചിന്തിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. ശ്വാസം അടിവയറ്റിലെത്തുന്നത് വരെ റിലാക്സ് ആയിക്കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ,
ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായ തുറന്നുകൊണ്ട് പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ. ശ്വാസം അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് സാവകാശം വായ തുറന്നുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളും കറുത്ത പുകയായി കൊണ്ട് പുറത്തേക്ക് പോകുന്നു തന്നെ ചിന്തിക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സും ശരീരവും സ്വസ്ഥമാകുന്നു എന്ന് ചിന്തിക്കാം. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ ഓക്സിജൻ കലർന്ന വായു ആവശ്യമാണെന്ന് ചിന്ത കൊടുക്കുക. എന്നിട്ട് സാവകാശം ശ്വാസം പുറത്തേക്ക് വായ തുറന്നുകൊണ്ട് വിടുമ്പോൾ എല്ലാ വിഷമങ്ങളും, എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ വിഷമങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഭാവി, എന്നെ സൃഷ്ടിച്ച ആ ശക്തിയിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. കഴിഞ്ഞു പോയതെല്ലാം എനിക്ക് നന്മക്ക് വേണ്ടിയാണ്, വരാനിരിക്കുന്നതും ഇനി നന്മക്ക് വേണ്ടിയാണ്. ആ ശക്തിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ അർപ്പിക്കുമ്പോൾ അതിലൂടെ എനിക്ക് നല്ലൊരു ഭാവി, നന്മയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടും. അതിനാൽ എല്ലാം ആ ശക്തിയിൽ ഞാൻ അർപ്പിക്കുന്നു. ഒന്നുകൂടി ശ്വാസം നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്നെ ഈ അവസ്ഥയിലല്ല ഞാൻ ഭൂമിയിൽ എത്തിയത്. അന്നൊന്നും എനിക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ എൻ്റെ എല്ലാം ചെയ്തു തന്ന, എനിക്ക് എല്ലാ കെയറിങ്ങും പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട് എന്നെ സന്തോഷത്തോടു കൂടി വളർത്തിയ എൻ്റെ പേരൻസ്, അവരിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കാരുണ്യം നൽകണമെന്ന് സൃഷ്ടാവിനോട് നമ്മൾ പറയാൻ ആവശ്യപ്പെടുക. മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് മോക്ഷം ലഭിക്കണം, അവർക്ക് മോക്ഷം നൽകണമെന്നും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസം നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അറിവിൻ പ്രകാശം പകർന്നു നൽകിയ, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും വിജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ നമ്മുടെ ഗുരുക്കന്മാർ, അവർക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന്, അനുഗ്രഹം വർഷിക്കണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഒന്നും കൂടെ. ബ്രീത്തിങ്. നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും റിലാക്സ് ആവണമെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച, നമ്മളോട് മോശമായി പെരുമാറിയ വ്യക്തികളെ നമ്മുടെ മനസ്സിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിനക്ക് ഞാൻ നിരുപാധികം പുറത്തു തരുന്നു, വിട്ടുവീഴ്ച ചെയ്തു തരുന്നു, ഞാൻ ക്ഷമിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഇനി ഒന്നും കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഓരോ ശ്വാസത്തിലും എനിക്ക് എൻ്റെ സർവശക്തൻ നൽകിയിട്ടുള്ള ഈ ഭൂമിയിൽ എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണോ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ
ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുന്ന ഒരു മനസ്സിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഒന്നുകൂടി ശ്വാസം നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്കെടുക്കുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരുപാട് നന്മകൾ, ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതിലൂടെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ലഭിക്കുന്നതിലൂടെ എൻ്റെ എനർജിയിലൂടെ കറകളാണ് നീക്കപ്പെടുന്നത് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. അതുകൊണ്ട് ഒരുപാട് നന്മകൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, മറ്റുള്ളവരുടെ പ്രാർത്ഥന ലഭിക്കുന്ന രൂപത്തിലുള്ള നന്മകൾ ചെയ്യാൻ സാധിക്കണം എന്ന ചിന്ത കൊടുക്കുക. Breathe in, breathe out, breathe in, breathe out. നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ഒന്നും കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി മുന്നോട്ട് പോകേണ്ട എൻ്റെ ഈ ജീവിതം ഈ രൂപത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മനസ്സിന് അസ്വസ്ഥതയുമുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തേണ്ടി വന്നത് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും എൻ്റെ ഉപബോധ മനസ്സിൽ, സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. സംഭവങ്ങളെല്ലാം ഞാൻ മറന്നുപോയി, പക്ഷെ എൻ്റെ ഉപബോധ മനസ്സിൽ അതെല്ലാം ഉള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള ചിന്തകൾ അറിയാതെ ഉള്ളിലേക്ക് വരികയും അതിനനുസരിച്ച് എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം തകർന്ന് ശരീരത്തിൻ്റെ ആരോഗ്യവും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എന്നെ വേദനിപ്പിച്ച എത്ര വ്യക്തികളുണ്ടോ, ആരൊക്കെയാണോ എന്നെ വേദനിപ്പിച്ചത്, എന്നെ മോശമായി പെരുമാറിയത്, എന്നെ കുറ്റപ്പെടുത്തിയത്, കളിയാക്കിയത്, ഇതിൽ ഏറ്റവും കൂടുതൽ എന്നോട് മോശമായി പെരുമാറിയ ആ വ്യക്തിയെ ഞാൻ മനസ്സിൻ്റെ മുന്നിൽ, കണ്ണു പൂട്ടിയ അവസ്ഥയിലാണ് ഞാൻ ഉള്ളത്, അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ മുന്നിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തുന്നു. എന്നിട്ട് ആ വ്യക്തിയോടാണ് എനിക്ക് കുറെ കാര്യങ്ങൾ പറയുവാനുള്ളത്. അതുകൊണ്ട് എൻ്റെ ജീവിതം ഈ രൂപത്തിൽ ആയത് ഇത്തരം നിങ്ങൾ എന്നോട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതിനാൽ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായും, നിങ്ങളിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായും നിരുപാധികം ഞാൻ നിങ്ങൾ എന്നോട് ചെയ്ത മുഴുവൻ തെറ്റുകളും പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി ക്ഷമിച്ചിരിക്കുന്നു. ഇതിലൂടെ എനിക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ഞാനാണ് മഹനീയമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. എൻ്റെ ലൈഫാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും പുറത്തു തരുന്നതിലൂടെ എൻ്റെ ജീവിതമാണ് മാറി മറിയുന്നത്. എൻ്റെ മനസ്സിൽ നന്ദി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം പുറത്തു തരണം. പുറത്തു തന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ സന്തോഷവും ആരോഗ്യവും തിരിച്ചു കിട്ടുക. അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് നിരുപാധികം ക്ഷമിച്ച് പുറത്തു തന്നിരിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ വെറുപ്പ്, വിദ്വേഷം, കുശുമ്പ്, അസൂയ തുടങ്ങിയ ഒരുപാട് മലിനമായ വസ്തുക്കൾ, മ്ലേച്ഛമായ വസ്തുക്കൾ, സംഗതികൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് അറിയാതെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്നു പോകുന്നത്. എനിക്ക് ആരെയും വിശ്വാസമില്ലാതെ, എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയാതെ, എനിക്ക് ആരോടും നല്ല നിലയിൽ സഹകരിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്തത് എൻ്റെ ഉള്ളിൽ ഇത്തരം വിഷവസ്തുക്കൾ ഉള്ളത് കൊണ്ടാണ്.
അതുകൊണ്ട് ഈ വിഷവസ്തുവിനെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോക്കിയാൽ മാത്രമാണ് എൻ്റെ എനർജി ക്ലീൻ ആവുക. എൻ്റെ എനർജി ക്ലീൻ ആവുമ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ചിന്തകളാണ്, പോസിറ്റീവ് ചിന്തകളാണ്, പ്രതീക്ഷയുള്ളൊരു ജീവിതമാണ് എനിക്ക് തിരിച്ചു കിട്ടുക. അതിനാൽ എൻ്റെ ഉള്ളിൽ എൻ്റെ ഈ എനർജിയിൽ പിടിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും ഇതാ പുറത്തേക്ക് ഒഴിവാക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എല്ലാ നെഗറ്റീവും പുറത്തേക്ക് പോകുന്നതായി ചിന്തിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇനി എൻ്റെ അറിവില്ലായ്മ കാരണമാണ് ഞാൻ നിങ്ങൾ എന്നോട് അന്ന് പെരുമാറിയപ്പോൾ പിന്നീട് നിങ്ങളോടുള്ള ദേഷ്യം എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നത്. ഇത് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിലൂടെ എനിക്ക് തടയപ്പെടുകയാണ് എന്നുള്ള ഒരു സത്യം എനിക്ക് തിരിച്ചറിയാൻ വൈകി. അത് കാരണമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം. അത് കാരണമാണ് ഞാൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അത് കാരണമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ഞാൻ നിരുപാധികം ഇനി അവരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അവരുടെ ഉയർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിരുപാധികം അവർക്ക് ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കി, നിരുപാധികം ഒരു കണ്ടീഷനും ഇല്ലാതെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു. ഇതാണ് ഇനി എനിക്ക് ഉയർച്ച. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ ഞാൻ പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ചു തരുന്നതിലൂടെ എൻ്റെ മനസ്സ്, എൻ്റെ എനർജി ക്ലീൻ ആവുകയും അത് ക്ലീൻ ആവുന്നതിലൂടെ എൻ്റെ ആരോഗ്യവും സമ്പത്തും സമാധാനവുമെല്ലാം എനിക്ക് വർദ്ധിക്കും എന്നുള്ളത് ഇപ്പൊ കുറച്ചു കാലമായി ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലൂടെയൊക്കെ എൻ്റെ കഴിവുകളും എൻ്റെ ശക്തിയും മനസ്സമാധാനവുമാണ് വർദ്ധിക്കുക എന്ന് എനിക്ക് തന്നെയാണ് ആരോഗ്യം തിരിച്ചു കിട്ടുക എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ അന്ന് പെരുമാറിയത് കൊണ്ടാണ്, എനിക്ക് ഇത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കഴിഞ്ഞു പോയത് കൊണ്ടാണ് എൻ്റെ എനർജി ഒന്നൊരു പവർഫുൾ ആയതും ഇത്തരം നല്ല അറിവുകളിലേക്ക് ഞാൻ എത്തപ്പെട്ടതും എൻ്റെ എനർജിയെ ക്ലീൻ ആക്കണം എന്നുള്ള ഒരു ആവശ്യകത മനസ്സിലാക്കാൻ സാധിച്ചതും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നല്ല സ്നേഹമാണ്, നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വരുന്നത്. നിങ്ങൾ അന്ന് പെരുമാറിയത് കാരണം എനിക്ക് ഒരുപാട് ഉയർച്ചയാണ് ഉണ്ടായത്. ഇനി ഓരോരുത്തരും എന്നെ ഇതുപോലെ വേദനിപ്പിച്ചത്, വിഷമിപ്പിച്ചത് മുഴുവനും എൻ്റെ എനർജിയിൽ നിന്നും ഞാൻ പുറത്തേക്ക് പോക്കുമ്പോൾ എൻ്റെ ആ ആത്മശക്തി നന്നായി ക്ലീനായി പവർഫുൾ ആയിട്ട് വരും. അപ്പോൾ എനിക്ക് എൻ്റെ സൃഷ്ടാവ് ഇൻബോൺ ആയിട്ട് ജനിക്കുമ്പോൾ, അതായത് എനിക്ക് ആ എനർജി തരുമ്പോൾ തന്നെ അതിനൊരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകളെല്ലാം മനസ്സിലാക്കി എനിക്ക് എന്ത് വരുമാനമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കഴിവുകൾ തന്നുകൊണ്ടാണ് എൻ്റെ സൃഷ്ടാവ് എന്നെ ഭൂമിയിലേക്ക് വിട്ടത്. ഈ കഴിവുകളെല്ലാം ഈ വെറുപ്പിലും വിദ്വേഷത്തിലും അസൂയയിലും കുശുമ്പിലും പകയിലും കിടന്ന് അത് കറ പിടിച്ച് കറുത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇത്തരം വിഷയങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഓരോന്നോരോന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ആത്മശക്തിയെ ക്ലീൻ ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സൃഷ്ടാവ് എനിക്ക് നൽകുമ്പോൾ അത് വളരെ പവർഫുള്ളായ വെള്ളക്കടലാസ് പോലെ അത്രയും ക്ലീനായ ഒരു അവസ്ഥയിലാണ് എനിക്ക് എൻ്റെ സൃഷ്ടാവ് എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നും തന്നത്. പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായത് കൊണ്ട് മലിനമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടത് കൊണ്ട്
നമ്മുടെ എനർജിയും അറിയാതെ കേടായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് അത് കാരണമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന രോഗങ്ങളും സാമ്പത്തിക പ്രയാസവും എല്ലാവിധ കഷ്ടപ്പാടുകളും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ക്ലീൻ ചെയ്തവർ, ഇതിനെ ഇത്തരം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ക്ലീൻ ആക്കിയവർ, എനർജിയെ പോസിറ്റീവ് ആക്കിയവർ ഒരുപാട് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടു കൂടി ജീവിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ട് എനിക്കും ലഭിക്കണം ഈ സ്നേഹവും ഈ സന്തോഷവും ഈ ആത്മശക്തിയുടെ കഴിവും എനിക്ക് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ സാധിക്കണം. അതിനാൽ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ള മുഴുവൻ തെറ്റുകളും ഞാൻ ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്ത് തന്നിരിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതുവരെ എൻ്റെ ശത്രുവാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നെങ്കിൽ അതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി സോറി പറയാണ്. ഇനി മുതൽക്ക്, ഇന്ന് മുതൽക്ക് നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തണം. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യവും ഉണ്ടാവണമെന്നാണ്, എൻ്റെ ശത്രുവായ നിങ്ങൾ ഉയരണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. നിങ്ങൾ ഉയരുന്നതിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷം ലഭിക്കാനുണ്ട്. നിങ്ങളാണ് എന്നെ ഇത്തരം നല്ല അറിവിലേക്ക്, എൻ്റെ ആത്മീയ ശക്തിയെ ക്ലീൻ ആക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി തന്നത്. നിങ്ങൾ അന്ന് എന്നോട് അങ്ങനെ മോശമായി പെരുമാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്കിനി അതിനെ മുഴുവനും ക്ലീൻ ആക്കി, എൻ്റെ എനർജിയെ പൂർണ്ണമായും ക്ലീൻ ആക്കി ഇനി എനിക്ക് ഉയരങ്ങൾ കീഴടക്കണം. 1500 1400 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മുഹമ്മദ്, പ്രവാചകൻ മുഹമ്മദും ബുദ്ധനും യേശുവും എല്ലാം അവരോട് മോശമായി പെരുമാറിയ ആളുകൾക്ക് വിട്ടുവീഴ്ചയും ക്ഷമയും കൊടുത്തുകൊണ്ടാണ് അവർ ഇന്ന് ഈ ലോകത്ത് അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതുകൊണ്ട് എൻ്റെ എനർജിയിൽ ഇങ്ങനെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കറകൾ മുഴുവനും ഞാൻ പുറത്തേക്ക് പോക്കി എൻ്റെ ലൈഫിനെയും ഞാൻ മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാനുണ്ട്, ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തുവാനുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ മറ്റുള്ളവർക്ക്, എന്നോട് മോശമായി പെരുമാറിയവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബഹുമാനപ്പെട്ട ഗാന്ധിജിയും ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഗാന്ധിജിയൊക്കെ ഈ രൂപത്തിൽ അറിയപ്പെടാനിടയായത് ഒരു ദിവസം ട്രെയിനിൽ നിന്നും ഉണ്ടായ ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരോടൊന്നും വിദ്വേഷവും ഒന്നും വെച്ച് പുലർത്താത്തത് കൊണ്ടാണ് ഈ ഗാന്ധിജിക്കൊക്കെ ഒരു രാജ്യത്തിന് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധിച്ചത്. അതിനാൽ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും, നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും, നമ്മുടെ വാക്കുകളായിട്ടുമെല്ലാം മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പിടിച്ചിരിക്കുന്ന ഇത്തരം കറകൾ പൂർണ്ണമായും നമുക്ക് മാറ്റുവാൻ, ഒഴിവാക്കുവാൻ സാധിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവും ഐശ്വര്യവും പണവും എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സന്തോഷമുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഓരോ നിമിഷത്തിനും തൻ്റെ റബ്ബിനെ, തൻ്റെ സൃഷ്ടാവിനെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ട് ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നതിന് ഞാൻ നിങ്ങളെന്നോട് ചെയ്തിട്ടുള്ള എല്ലാ മോശമായ പ്രവൃത്തികളും പൂർണ്ണമായും ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ, സ്നേഹത്തോടെ ക്ഷമിച്ച് പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തന്നിരിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ പൂർണ്ണമായും ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടില്ല എങ്കിൽ പല മാരക രോഗങ്ങളും എനിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പല രോഗങ്ങളുടെ പിന്നിലും ഇത്തരം അനുഭവ വിഷമങ്ങളുമാണ് പ്രവർത്തിക്കുന്നതെന്ന് ശാസ്ത്രം പറയുമ്പോൾ ഞാൻ പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുവീഴ്ച
ചെയ്ത് പുറത്ത് ക്ഷമിച്ചു തരുന്നതിലൂടെ എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തുമാണ് വർദ്ധിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ നിരുപാധികം നിങ്ങളിൽ നിന്ന് ഞാൻ യാതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങളോടും എനിക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട്, അതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായും മാപ്പാക്കി ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്തു തന്നു. ഇനി നിങ്ങൾ എന്നോട് എത്ര മോശമായി പെരുമാറിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ആരോഗ്യം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, എൻ്റെ സമ്പത്ത്, അതാണ് ഇനി എനിക്ക് വലുത്. അതിനാൽ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. ഇനി കരച്ചിലും ദുഃഖവും സങ്കടവുമെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ഉള്ളിൽ സന്തോഷമുണ്ടാവുമ്പോൾ മുഖത്തും ആ സന്തോഷമുണ്ടാവും. അതുകൊണ്ട് ഉള്ളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്ത മുഴുവൻ സംഗതികളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരണം. എങ്കിൽ മാത്രമാണ് എൻ്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ പൂർണ്ണ സന്തോഷമുണ്ടാവുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നിരുപാധികം, നിങ്ങൾ എന്നോട് എത്രത്തോളം എന്നെ വെറുപ്പിച്ചുവോ, മറ്റുള്ളവരുടെ മുന്നിലിട്ട് എത്രയോ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്, ഞാൻ തെറ്റു ചെയ്യാതെ എൻ്റെ മേലേക്ക് നിങ്ങൾ തെറ്റു ചാരിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കി തന്നിരിക്കുന്നു. Breathe in, breathe out. നിങ്ങൾ അന്ന് എന്നോട് മോശമായി പെരുമാറിയതാണ് ഇന്ന് ഞാൻ നല്ല അറിവിലേക്ക് എത്തിയത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളിലും നന്മയുണ്ടെന്ന് മനസ്സിലാക്കാതെ ഞാൻ വെറുതെ വിഷമിച്ച് നിങ്ങളോട് ദേഷ്യം കൊണ്ടു നടന്നു. ഇത് എൻ്റെ അറിവില്ലായ്മ കാരണമാണ്. ഞാൻ എന്നോട് തന്നെ ഈ തെറ്റു ചെയ്തതിന്, എന്നിൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ ഞാൻ കൊണ്ടു നടന്നതിന് ഞാൻ എന്നോട് ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. അതുപോലെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ശക്തിയോടും ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കണം. ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ട്. എന്നോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടാവേ, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ക്ഷമിച്ചു തരണം. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നീയാണ് എനിക്ക് ജന്മം നൽകിയത്. നീയാണ് എന്നോട് ഈ ആത്മാവിനെ തിരിച്ചെടുക്കുന്നതും. അതുകൊണ്ട് ഐ ലവ് യു. ഐ താങ്ക് യു. നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജീവിതം ആസ്വദിച്ച് ജീവിക്കുവാൻ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള സന്തോഷത്തെ കണ്ടെത്താൻ പൂർണ്ണമായും ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് തരുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ആ വ്യക്തിയെ നമ്മൾ ഹഗ് ചെയ്യുന്നതായും നല്ല ഒരു കിസ് കൊടുക്കുന്നതായും നല്ല സ്നേഹത്തോടെ അവരോട് പെരുമാറാൻ സാധിക്കുന്നതൊക്കെ മനസ്സിലൊരു മിനിറ്റ് കാണുക. എന്നിട്ടൊന്നും കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out. ഇനി 2 കൈകൾ വാമപ്പ് ചെയ്യാം. ചൂടാവുന്നത് വരെ വാമപ്പ് ചെയ്യാം. എന്നിട്ട് കണ്ണുകളിലും മുഖത്തും തടവിക്കൊണ്ട് ശരീരത്തിലൊക്കെ ഒന്ന് തടവുക.
ഓക്കെ.